ഗുരുവിനെ കുറിച്ചാണ്. ലോകത്തെമ്പാടുമുള്ള നിയമ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഗുരുവായ പ്രൊഫസർ LR മാധവമേനോനെ കുറിച്ച് ജനസമ്മതം. നിയമത്തിന്റെ പര്യായപദമായി പ്രൊഫസർ LR മാധവമേനോനെ ബൗദ്ധിക സമൂഹം അടയാളപ്പെടുത്തിയിട്ട് 54 വർഷം. അതായത് മാധവമേനോൻ കേരള സർവകലാശാലയിൽ നിന്ന് നിയമബിരുദമെടുത്ത 1955 മുതൽ ഇതുവരെ. അതുപോലെ തന്നെ മാധവമേനോൻ ലോകമെമ്പാടുമുള്ള നിയമ വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട അധ്യാപകനായിട്ട് 50 വർഷം. കോട്ടയം ജില്ലയിലെ വൈക്കം മണിശ്ശേരി രാമകൃഷ്ണ മേനോന്റെയും ഭവാനിയമ്മയുടെയും ഇളയമകൻ നിയമങ്ങളുടെയും നിയമവ്യാഖ്യാനങ്ങളുടെയും മേൽവിലാസമായത് എളുപ്പവഴികളിലൂടെയല്ല, കടിച്ചാൽ പൊട്ടാത്ത നിയമങ്ങളെക്കാൾ കഠിനമായ ജീവിതത്തെ ആത്മവിശ്വാസം കൊണ്ട് കീഴടക്കിയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ മരണശേഷം പ്രാരാബ്ദങ്ങളിലാണ്ട കുടുംബം. അച്ഛന്റെ ജോലി അമ്മ ഭവാനിയമ്മയ്ക്ക് ലഭിച്ചപ്പോൾ കഷ്ടിച്ച് പിടിച്ചു നിൽക്കാറുണ്ടായി. BSc പഠനശേഷം മകനെ ഡോക്ടറാക്കണമെന്നതായിരുന്നു അമ്മയുടെ ആഗ്രഹം. പക്ഷേ അന്ന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നില്ല. ദൂരെ പോയി പഠിക്കാൻ പണവും. അങ്ങനെ പഠനം നിയമത്തിലേക്കായി. അക്കാലത്തെ കുറിച്ച് മാധവമേനോൻ ഓർക്കുന്നത് ഇങ്ങനെ: അമ്മയാണ് എന്റെ എല്ലാം കൺട്രോൾ ചെയ്ത്. അമ്മ വിചാരിച്ചു ചിലപ്പോൾ ഒരു വ്യക്തിയായിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ്. പിന്നെ ഫിനാൻഷ്യൽ കണ്ടീഷൻസും അന്നത്തെ വളരെ വിഷമത്തിലായിരുന്നു. അമ്മയുടെ സംഭവത്തോടെ തന്നെ മാധവമേനോൻ നിയമപഠനത്തിൽ ചേരാൻ തീരുമാനിച്ചു. എറണാകുളത്തും തിരുവനന്തപുരത്തുമായിരുന്നു പഠനം. തിരുവനന്തപുരം ലോ കോളേജ് ആദ്യ ബാച്ച് വിദ്യാർത്ഥി. അവിടെ വെച്ചാണ് പിൽക്കാല ജീവിതത്തെ ഏറെ സ്വാധീനിച്ച അധ്യാപകൻ ഡോക്ടർ AT മാർക്കോസിനെ മാധവമേനോൻ കണ്ടെത്തുന്നത്. പഠനശേഷം 1.5 വർഷം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു. പക്ഷേ വരുമാനം തുച്ഛം. ട്യൂഷൻ എടുത്തും ആകാശവാണിയിൽ ചെറിയ ജോലികളും ചെയ്ത് വരുമാനം കണ്ടെത്തി. ഒരു 1.5 കൊല്ലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വലിയ പണമൊന്നും വലിയ വരുമാനമില്ലായിരുന്നു. കേസും വളരെ തുച്ഛമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ വേറെ പല വൃത്തികളും ചെയ്താണ് കുറച്ചൊരു ഏർണിംഗ്. ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുക, ഓൾ ഇന്ത്യ റേഡിയോയിൽ ചില റോൾസ് ഒക്കെ എടുക്കുക. പ്രാക്ടീസ് തുടർന്നോ മറ്റെന്തെങ്കിലും ചെയ്യണോ എന്ന സന്നിഗ്ധാവസ്ഥയിലെത്തിയപ്പോൾ നിയമപഠനം തുടരാൻ പ്രിയ അധ്യാപകൻ ഡോക്ടർ മാർക്കോസ് നിർദ്ദേശിച്ചു. ഡൽഹി ലോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യ ഡയറക്ടറായി ഡോക്ടർ മാർക്കോസിനെ നിയമിച്ചത് അക്കാലത്തായിരുന്നു. ഉപരിപഠനത്തിന് ഡൽഹിയിലേക്ക് വരാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ഡൽഹിയിലെത്തി പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. അപ്പോഴേക്ക് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സ്കോളർഷിപ്പ്. അവിടെ നിന്ന് നിയമത്തിൽ ഗവേഷണ ബിരുദവും അധ്യാപനവും. അലിഗഡ് സർവകലാശാലയുടെ ആദ്യത്തെ നിയമ ഗവേഷണ ബിരുദധാരിയാണ് മാധവമേനോൻ. റൈഡിംഗ് ക്ലബ് ക്യാപ്റ്റൻ, മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് എന്നിങ്ങനെ തിളങ്ങിയ 6 വർഷങ്ങൾ. എന്നാൽ അലിഗഡിന്റെ അവസാന നാളുകൾ അസ്വസ്ഥത നിറഞ്ഞ ചില ഓർമ്മകളും ബാക്കിയാക്കി. 6 കൊല്ലത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഞാൻ വാർഡനായിരുന്ന ഹോസ്റ്റലില് വൈസ് ചാൻസലർക്ക് എതിരായിട്ട് ഒരു സ്റ്റുഡൻസ് മൂവ്മെന്റ് ഉണ്ടായി. അലി യാവർ ജംഗായിരുന്നു അന്നത്തെ വൈസ് ചാൻസലർ. അപ്പൊ അദ്ദേഹത്തെ ഒരുപാട് സ്റ്റുഡൻസ് അസോൾട്ട് ചെയ്ത് മർദ്ദിച്ച് എന്റെ ഹോസ്റ്റലിലേക്ക് വലിച്ചു കൊണ്ടുപോകും. അത് വലിയ സീരിയസ് ആയിട്ടുള്ളൊരു. അപ്പോഴേ പോലീസും ആർമിയും ഒക്കെ വന്ന് അന്ന് വൈകിട്ടത്തോളം ഒരു 10-200 കുട്ടികളെ അറസ്റ്റ് ചെയ്തു. എന്റെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ 22 പേരെ അറസ്റ്റ് ചെയ്തു. 1965 അലിഗഡ് വിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുമ്പോൾ മാധവമേനോൻ നിയമപഠന രംഗത്ത് പേരെടുത്തു തുടങ്ങിയിരുന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അധ്യക്ഷനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച നിയമസഹായ പദ്ധതി നടത്തിപ്പിൽ മാധവമേനോനെ അംഗമാക്കി നിയമിച്ചു. 73 ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ലീഗൽ എയ്ഡ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യത്തെ ഒരു ലീഗൽ എയ്ഡ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. 20 പോയിന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ആയിരുന്നു അതിന്റെ ചെയർമാൻ. അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ ആയിരിക്കാം സഡൻലി എന്നെ അതിന്റെ ഒരു മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്തു. പോണ്ടിച്ചേരിയിൽ നിയമവിദ്യാലയം സ്ഥാപിക്കലായിരുന്നു അടുത്ത നിയോഗം. 4 വർഷം അവിടെ. തുടർന്ന് അണ്ണാമല സർവകലാശാലയിൽ നിയമപഠനത്തിന് നേതൃത്വം. തിരികെ ഡൽഹിയിലെത്തിയപ്പോൾ 3 സാധ്യതകൾ കാത്തുനിന്നു. അതിൽ ഫോർഡ് ഫൗണ്ടേഷന്റെ ഓഫർ സ്വീകരിച്ച് 1 വർഷം നിയമ ഗവേഷണവും അധ്യാപനവും. തിരികെ ഡൽഹിയിലെത്തുമ്പോൾ പുതിയ ദൗത്യങ്ങൾ കാത്തുനിൽക്കുന്നു. ലോ കമ്മീഷനിൽ പാർലമെന്റ് അംഗം, ബാർ കൗൺസിലിന്റെ നിയമവിദ്യാഭ്യാസ നവീകരണത്തിന് നേതൃത്വം, പിന്നെ ബാർ കൗൺസിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ലോ സ്കൂളിന്റെ നായകത്വം. ബാംഗ്ലൂരിലെ നിയമവിദ്യാലയം ലോകത്തിലെ തന്നെ മികച്ച നിയമവിദ്യാലയമായതിനു പിന്നിൽ മാധവമേനോന്റെ നേതൃത്വം. കുറെ നല്ല സ്റ്റുഡൻസ് ജോയിൻ ചെയ്തു. അപ്പൊ അവര് ഈ ഓൾ ഇന്ത്യ മൂക്ക് കോർട്ട് കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റായി. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഒരു ടീം ഫോർ ഇന്റർനാഷണൽ മൂക്ക് കോർട്ട് കോമ്പറ്റീഷൻ വാഷിംഗ്ടണിലേക്ക് സെലക്ട് ചെയ്തു. അത് ഈ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഓഫ് ദ നാഷണൽ ലോ സ്കൂൾ. എല്ലാം കൊണ്ടും സർപ്രൈസ് ആയിരുന്നു. ബാംഗ്ലൂരിലെ വിജയകഥ പശ്ചിമബംഗാളിലും ആവർത്തിക്കണമെന്ന് ജ്യോതി ബസു ആവശ്യപ്പെട്ടത് അപ്പോഴാണ്. തനിക്ക് 62 വയസ്സായി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബസുവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നുവെന്ന് മാധവമേനോൻ. വയസ്സ് 62 വയസ്സ്.
അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് 75 കഴിഞ്ഞു, 1962 പറയുന്നത്. ബംഗാളിനെ കുറിച്ചുള്ള കേട്ടറിവുകൾ അവിടെ എത്തിയപ്പോൾ മാറിയെന്ന് മാധവ് മേനോൻ. സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ. അക്കാഡമിക് കൾച്ചറൽ ക്ലൈമറ്റ് ഉണ്ട് കൽക്കട്ടയിൽ. ഇതൊക്കെ പറഞ്ഞാലും it could easily be the educational capital of India. അപ്പോഴേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വിളിയെത്തി. ദേശീയ ജുഡീഷ്യൽ അക്കാദമി തുടങ്ങാൻ ഡൽഹിയിലേക്ക് മടങ്ങുക. ബസ് വിടാൻ തയ്യാറായില്ല. ഒടുവിൽ ചീഫ് ജസ്റ്റിസ് തന്നെ മുഖ്യമന്ത്രിയോട് സംസാരിച്ച് സമ്മതിപ്പിച്ചു. അങ്ങനെ ജുഡീഷ്യൽ അക്കാദമിയുമായി ഭോപ്പാലിലേക്ക്. ഭാര്യ രമയ്ക്ക് വാതരോഗബാധ ഉണ്ടായപ്പോൾ 2006 തിരുവനന്തപുരത്തേക്ക് മടക്കം. അവിടെ മുൻ ശിഷ്യരുടെ പ്രേരണയിൽ മേനോൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലീഗൽ അഡ്വക്കസി ട്രെയിനിങ് എന്ന NGO സ്ഥാപിച്ച പ്രവർത്തനം. അതിനിടയിൽ വീണ്ടും ഡൽഹിയിൽ നിന്ന് വിളി വന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനർനിർവചിക്കുന്ന സമിതിയിൽ അംഗം. തുടർന്ന് വിവിധ സമിതികൾ തലപ്പത്ത് നിയമനങ്ങൾ. രാജ്യത്ത് മാത്രമല്ല നിരവധി വിദേശ രാജ്യങ്ങളിലെ നിയമവിദ്യാലയങ്ങളിലും അധ്യാപനവുമായി നിരന്തര സഞ്ചാരം. നിയമവ്യാഖ്യാനങ്ങളുമായി നിരവധി പുസ്തക രചനകൾ, പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ. കുട്ടിക്കാലത്ത് അനുഭവിച്ച കഷ്ടപ്പാടുകളും അമ്മയുടെയും സഹോദരിമാരുടെയും പിന്തുണയുമാണ് തന്നെ ഇവിടെ വരെ എത്തിച്ചതെന്ന് മാധവ് മേനോൻ ഓർമ്മിക്കുന്നു. എല്ലാവരും കഷ്ടപ്പെട്ട് കഷ്ടത എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരെല്ലാം ഹയർ പൊസിഷനിൽ വരും. അല്ലാതെ ഈ ഗോൾഡൻ സ്പൂൺ വെച്ച് ഇന്നവർക്ക് കഷ്ടത അറിഞ്ഞൂടാത്തവർക്ക് സക്സസ് കുറച്ച് വിഷമമായിരിക്കും എന്നാണ്. അതുകൊണ്ട് ഞാനതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിട്ട് ഇന്ന് കാണുന്നു. എല്ലാത്തിനും അമ്മയോടും ദൈവത്തോടും നന്ദി പറയുന്നു. കേരളത്തിൽ നിയമഗവേഷണത്തിനായി ഒരു ഉന്നത പഠന കേന്ദ്രം സ്ഥാപിക്കുകയാണ് മാധവ് മേനോന്റെ ബാക്കി നിൽക്കുന്ന സ്വപ്നം.